ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ ബാംഗ്ലൂരാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ നമുക്ക് നമ്മുടെ സാധാ നോർമൽ ഫുഡ് കഴിക്കാനായിരുന്നു ഭയങ്കര കൊതി. ഹൈദരാബാദിൽ ഇങ്ങനെ റൈസ് ഐറ്റംസും മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നോർമൽ റൈസ് ഇല്ല, അങ്ങനത്തെ ഒന്നും അവിടെ കിട്ടിയില്ല കേട്ടോ. കിട്ടിയാൽ തന്നെ അതിലേക്ക് കറിയൊന്നും ടേസ്റ്റ് ഇല്ല, റൈസ് എനിക്കിഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ നോർമൽ റൈസും നല്ല മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ കൊതിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളി ഹോട്ടലുണ്ട് ബാംഗ്ലൂർ, ഷെയ്മക്കയുടെ റൂമിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാമ്പാർ, പിന്നെ മീൻ കറി, പിന്നെ എന്തായിരുന്നു മാങ്ങ അച്ചാർ, മാങ്ങ ചമ്മന്തി, പിന്നെ ഒരു പയറും അങ്ങനെ എന്തോ ഒരു സംഭവം, അയില പൊരിച്ചത്, പപ്പടം കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ബോക്സാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ബോക്സിന് ഞങ്ങൾ 3 പേരും ആക്രാന്തമിട്ട് തിന്നു ഗൈസ്. അതാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചായ കുടിച്ചു. ചായയ്ക്ക് ബ്രെഡ് നിറച്ചതുണ്ടായിരുന്നു. ബ്രെഡിൽ ഇങ്ങനെ ചിക്കൻ്റെ ഫില്ലിങ് നിറച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കട്ട്ലേറ്റും പിന്നെ ചിക്കൻ റോളും, 3 അടിപൊളിയായിരുന്നു. മലയാളീസിൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് നമ്മൾ ചായ കഴിച്ചിട്ടുണ്ട്. ചായയുടെ സമയമൊന്നുമല്ല, രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടുപ്പി ഉത്സവിൽ നിന്നാണ് രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല, വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു നാന് പറഞ്ഞു. പിന്നെ കുറച്ചായിട്ട് എനിക്ക് പനീറിൻ്റെ ബട്ടർ മസാല കഴിക്കൊരു കൊതി ഉണ്ടായിരുന്നു, അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പനീറിൻ്റെ തന്നെ ഒരു റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനീറിൻ്റെ ടിക്ക അല്ല, വേറൊരു മസാല ടൈപ്പ്, ടിക്ക അല്ല, വേറൊരു ടൈപ്പായിട്ടുള്ള റൈസും, പിന്നെ നാന്, ബട്ടർ മസാല. ഇതാണ് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉടുപ്പിയത്തെ ഫുഡ് അല്ലെങ്കിൽ സൂപ്പറാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു കുട്ടി മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയപ്പോൾ വോഫിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ബെൽജിയൻ വോഫിൾസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി വോഫിൾസാണ് ഷെയ്മക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ന്യൂട്ടെല്ലയുടെ ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ ഡബിൾ ചോക്ലേറ്റും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതിൽ വൈറ്റ് ചോക്ലേറ്റ് വേണ്ട, ഡാർക്ക് ചോക്ലേറ്റ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂട്ടെല്ലയുടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ഡാർക്ക് ചോക്ലേറ്റ്, ഞാൻ കഴിച്ചത് ന്യൂട്ടെല്ല. രണ്ടും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ന്യൂട്ടെല്ല അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ചാറ്റ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പിൽ പോയി. അവിടുന്ന് ഞാനൊരു സമൂസ ചാറ്റ് പറഞ്ഞു. ഷെയ്മക്കൊരു വേറൊരു സംഭവമാണ് പറഞ്ഞത്. അതിൻ്റെ തന്നെ ഒരു ചാറ്റ്, എന്താ പേരൊന്നും കിട്ടണില്ല. പിന്നെ സമൂസ ഉണ്ട്. ഞാൻ ഈ പാനിപൂരി, മസാലപ്പൂരി അങ്ങനത്തെ സംഭവമില്ല, അത് കഴിക്കാൻ വേണ്ടി പോയി, പക്ഷെ അത് കിട്ടിയില്ല, അതവിടെ ഇല്ല പറഞ്ഞു. അപ്പോൾ ഇതാണ് സമൂസ ചാറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഈ ഒരു സംഭവമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.